ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന സീറോ മലബാർ സഭാ സിനഡിന്റെ നിർദ്ദേശം തള്ളി എറണാകുളം അങ്കമാലി അതിരൂപത. ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ സർക്കുലറിൽ അറിയിച്ചു. അതിരൂപതയിലെ വൈദികരുടെയും അൽമായരുടെയും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. പുരോഹിതരുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ മറ്റു വഴികൾ ഒന്നുമില്ലെന്നും നിലവിലെ സ്ഥിതി പൗരസ്ത്യ തിരുസംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സർക്കുലറിൽ പറയുന്നു. നിർദ്ദേശപ്രകാരം സർക്കുലർ ഇറക്കിയാൽ ഗുരുതര ആരാധന പ്രതിസന്ധി രൂപതയിൽ ഉണ്ടാകുമെന്ന വിവരം പൗരസ്ത്യ തിരുസംഘത്തെ അറിയിച്ചതായി ആർച്ച് ബിഷപ്പ് പറയുന്നു. നിരാഹാരം അനുഷ്ഠിക്കുന്നവരുടെ ജീവനെ മാനിച്ചും അതിരൂപതയുടെ പൊതുവികാരം മനസ്സിലാക്കിയും അജപാലന പ്രതിസന്ധി പരിഗണിച്ചും സിനഡ് നിർദ്ദേശം അനുസരിച്ചുള്ള കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന സർക്കുലർ അതിരൂപതയിൽ പ്രാബല്യത്തിലാക്കുവാൻ സാധിക്കുകയില്ലെന്നും മാർ ആന്റണി കരിയിൽ സർക്കുലറിൽ വ്യക്തമാക്കി. സിനഡിന് ശേഷം രൂപം കൊണ്ട അപ്രതീക്ഷിതവും ഗുരുതരവുമായ ഈ സാഹചര്യം മേജർ ആർച്ച് ബിഷപ്പിനെ നേരിട്ടും പെർമനന്റ് സിനഡ് അംഗങ്ങളെ ഓൺലൈനിലും അറിയിച്ചിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള നടപടിയുമായി താൻ മുൻപോട്ട് പോകുന്നതാണെന്നും ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. 9 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചതായി PRO ഫാദർ മാത്യു കിലുക്കൻ പറഞ്ഞു. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന തീരുമാനം ലംഘിക്കാൻ വ്യക്തികൾക്കോ രൂപതകൾക്കോ അധികാരമില്ലെന്നാണ് സിനഡ് വ്യക്തമാക്കിയിട്ടുള്ളത്.